PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതിന് ശേഷം കേരളത്തിലെ CPI വലിയ കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കി. ഇപ്പം മാധ്യമങ്ങളൊക്കെ പുറത്തുവിടുന്ന ഒരു വാർത്ത CPIക്ക് വഴങ്ങിയിരിക്കുകയാണ് CPM. വല്യേട്ടൻ വഴങ്ങി എന്നാണ് പറയുന്നത്. എന്താണ് ഇതിൽ യാഥാർത്ഥ്യമായ ഒരു സംഭവം ഉണ്ടായത്? അല്ല, കേരളം മൊത്തം ന്യൂനപക്ഷങ്ങൾക്കിടയിലും അതുപോലെ തന്നെ മതേതര ജനാധിപത്യത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കിടയിലും CPM എന്തോ വലിയ തെറ്റ് ചെയ്തു എന്നുള്ള ഒരു പൊതുബോധം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിനെതിരായി കൊണ്ട് പല വിമർശനങ്ങളും കോൺഗ്രസ് ഉൾപ്പെടെ പല ആളുകളും ഉന്നയിച്ചിട്ടുമുണ്ട്. പക്ഷേ അതൊന്നുമല്ല ഇവിടെ CPM-നെ വലച്ചിരിക്കുന്നത്. CPI തന്നെ നേരിട്ട് യുദ്ധത്തിനിറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം CPIക്ക് ഇവിടെ തോന്നിയത് CPI യഥാർത്ഥത്തിൽ PM ശ്രീ പദ്ധതിക്കൊന്നും ഇതിനൊന്നും അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരുടെ പ്രശ്നം അവരോട് പോലും ആലോചിക്കാതെ അവർ ഒരു വിലയും കൊടുക്കാതെ, നമ്മൾ പറയല്ലോ ചിലതിന്റെ വിലയൊക്കെ കൊടുത്തുകൊണ്ട് അത്രേ വിലയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ PM ശ്രീയിൽ പോയി ഒപ്പിട്ടതാണ് ഇവരുടെ പ്രശ്നം. അല്ലാതെ അവരെയും കൂടി പറഞ്ഞ് ബോധ്യപ്പെടുത്തി നമുക്ക് ഒപ്പിട്ടേ പറ്റൂ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഈ പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ഇത് ഞങ്ങൾക്ക് വില തന്നില്ല. എവിടെയാണ് പ്രശ്നം അറിയോ? തൃശ്ശൂരിൽ സുനിൽകുമാർ പരാജയപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു വോട്ട് മറയ്ക്കൽ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പൂരം കലക്കിയാണ് സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് എന്ന തരത്തിലുള്ള ആരോപണം CPI വലിയ നിലയ്ക്ക് ഉയർത്തിയിരുന്നു. ആ ഉദ്യോഗസ്ഥനായിട്ടുള്ള MR അജിത് കുമാറിനെ പല രീതിയിലും CPM സംരക്ഷിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ അജിത് കുമാറിന് എന്തോ കൊമ്പുണ്ട് എന്ന നിലയിലാണ് അജിത് കുമാറിനെതിരെയുള്ള എല്ലാ വിജിലൻസ് അന്വേഷണങ്ങൾ, അതുപോലെ തന്നെ അതും എന്തിനാണ് അന്വേഷണം നടത്തിയത്? PV അൻവറിനെ പോലുള്ള ഒരാൾ കൃത്യമായി ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് കൊണ്ട് മാത്രമാണ് അജിത് കുമാറിനെതിരായി കൊണ്ട് സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചത്. ആ അന്വേഷണം പ്രഖ്യാപിച്ച അന്വേഷണങ്ങളിൽ ഭൂരിഭാഗവും തീർന്നിരിക്കുന്നു. എന്താണ് ഈ അന്വേഷണങ്ങളെല്ലാം തന്നെ അജിത് കുമാറിനെതിരെ ഒന്നുകിൽ തെളിവില്ല, അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ അന്വേഷണം മുന്നോട്ട് പോകാനാവില്ല എന്ന റിപ്പോർട്ടാണ് കൊടുത്തത്. ഇനി ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് RSSന്റെ നേതാവിനെ കണ്ടതുമായി ബന്ധപ്പെട്ടൊക്കെ മുൻ DGP ഇദ്ദേഹത്തിനെതിരെ കൊടുത്ത റിപ്പോർട്ട് പുതിയ DGPയെ കൊണ്ട് മാറ്റി എഴുതിച്ച് വാങ്ങി പിണറായി വിജയൻ. ആരെ സംരക്ഷിക്കാനാണ്? ചോദ്യമുണ്ടല്ലോ. അതിനുശേഷം ശബരിമലയിലേക്ക് പോയ അജിത് കുമാറിനെ അവിടെയും സംരക്ഷിച്ചു, അവിടെയും കേസെടുത്തിട്ടില്ല. അപ്പോൾ അജിത് കുമാറിന്റെ കയ്യിൽ ചില മരുന്നുകൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ CPIക്ക് വലിയ രോക്ഷം ഉണ്ടായിരുന്നു. അതായത് സുനിൽകുമാർ, മന്ത്രി K രാജൻ ഉൾപ്പെടെയുള്ള ആളുകൾ വിളിച്ചിട്ടും ഒരു വിലയും കൊടുത്തില്ല അജിത് കുമാർ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ അജിത് കുമാറിനെ സംരക്ഷിച്ചു നിർത്തുന്നു. അന്ന് മുതലേ CPIക്ക് വലിയ പ്രശ്നമുണ്ട്. പക്ഷെ ആ കാര്യത്തിൽ വലിയ രീതിയിൽ പറയാൻ CPIക്ക് പറ്റിയില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യം വന്നപ്പോൾ CPI എടുത്തിട്ട് നന്നായിട്ട് അത് ഉപയോഗിച്ചു. ഈ മുന്നണിക്കുള്ളിൽ തന്നെ വലിയ പ്രശ്നം വരുമെന്ന് CPM മനസ്സിലാക്കി അങ്ങേയറ്റം അതിനെ ന്യായീകരിക്കാനുള്ള ശ്രമമാണ് CPM നടത്തിയത്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് എടുത്ത നിലപാടിൽ നിന്ന് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു പാർട്ടിയെ CPM മാറിയിരിക്കുന്നു. യു-ടേൺ പാർട്ടി, അങ്ങനെ പറയില്ല, യു-ടേൺ പാർട്ടി എന്ത് നിലപാടെടുത്താലും. അപ്പൊ ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞ എന്താ, ഞാൻ മുമ്പ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, ഇപ്പൊ എന്റെ നിലപാട് മാറ്റിയല്ലോ, ഇപ്പൊ വീണ്ടും നിലപാട് മാറ്റി. നിലപാട് മാറ്റുക എന്ന് പറയുന്നത് നിലപാട് മാറ്റാനുള്ളതാണ് എന്ന് സഖാക്കളെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു പാർട്ടിയാണ് ആര്? CPM. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എടുത്തിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ജനങ്ങളെ ബോധിപ്പിക്കുക, അല്ലെങ്കിൽ CPIയെ ബോധിപ്പിക്കുക, വലിയ തരത്തിലുള്ള പ്രതിഷേധമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെ മാറ്റുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇത് ഒരു പൊതുവായിട്ടുള്ള വിലയിരുത്തലാണ്. പക്ഷെ അതിനുള്ളിൽ ചില കാര്യങ്ങളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സത്യത്തിൽ PM ശ്രീയിൽ നിന്ന് ഇനി പുറകോട്ട് പോകാൻ കഴിയോ? ഇല്ല, ഒരിക്കലും കഴിയില്ല. അതാണ് ചോദ്യം. കാരണം PM ശ്രീയിൽ ഒപ്പിട്ട് കഴിഞ്ഞു. ആരാണ്? ഈ വിദ്യാഭ്യാസ സെക്രട്ടറി ഡൽഹിയിൽ പോയിട്ട് ഒപ്പിട്ട ശേഷം ഞങ്ങൾ ഇത് മരവിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യമില്ല. അതെങ്ങനെ? ഞാനും നിതിനും തമ്മിലൊരു കരാർ വെച്ചു. ആ കരാർ എനിക്ക് മരവിപ്പിക്കാൻ പറ്റൂല. നമുക്ക് രണ്ടുപേർക്കും കൂടി എടുത്ത തീരുമാനത്തിന്റെ പുറത്ത് ആ കരാർ മരവിപ്പിക്കണമെങ്കിൽ ആ കരാറിൽ വ്യവസ്ഥ ഉണ്ടാകണം. കരാർ മരവിപ്പിക്കാൻ വ്യവസ്ഥയുണ്ടെങ്കിൽ മാത്രമേ കരാർ മരവിപ്പിക്കാൻ പറ്റൂ, അല്ലാതെ മരവിപ്പിക്കാൻ പറ്റില്ല. ഇപ്പം മുല്ലപ്പെരിയാറിൽ നിന്ന് നമ്മൾ വെള്ളം കൊടുക്കാൻ വേണ്ടിയുള്ള കരാറുണ്ട്. ആ കരാറിന്റെ പുറത്താണ് ഇപ്പോഴും നമ്മൾ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് മരവിപ്പിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ എന്നേ മരവിപ്പിച്ചാൽ മരവിപ്പിക്കാൻ പറ്റില്ല. അതാണ് ഇതിന്റെ കാര്യം എന്ന് പറയുന്നത്. അതുപോലെ ഈ കരാർ മരവിപ്പിക്കണമെങ്കിൽ ഇതിന് ഒറ്റ രക്ഷയുള്ളൂ. കേന്ദ്രത്തിന് കത്തയച്ച് കേന്ദ്രം അനുവദിക്കണം. ശരി, നിങ്ങൾ അങ്ങനെയാകുകയാണെങ്കിൽ നിങ്ങൾ ഒഴിവായിക്കോളൂ എന്ന് കേന്ദ്രം പറയണം. ഇതിനെ ഞാൻ പറയുന്നത് CPIയെ ബോധിപ്പിക്കാൻ വേണ്ടി ഒരു കത്ത് കേന്ദ്രത്തിന് അയക്കാൻ പോകുന്നു. ഞങ്ങൾ ഇത് മുന്നോട്ട്, അല്ലെങ്കിൽ ഇത് നീട്ടിവെക്കാൻ ആലോചിക്കുകയാണ്, കുറച്ച് കഴിഞ്ഞിട്ട് നടപ്പിലാക്കുന്നുള്ളൂ, ഇതായിരിക്കും പറയാൻ പോകുന്നത്. അല്ലെങ്കിൽ ഇത് മരവിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പോലും കേന്ദ്രം അത് അംഗീകരിക്കും തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല കേന്ദ്രം അംഗീകരിക്കുന്നു. കേന്ദ്രം ഒരിക്കലും അംഗീകരിക്കില്ല. CPIയുടെ കണ്ണിൽ പൊടിയാൻ വേണ്ടി മാത്രമുള്ള ഒരു തന്ത്രമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, അത് വേറൊരു കാര്യമുണ്ട്. കാരണം ഇപ്പം ഇങ്ങനെ ഇപ്പം മാധ്യമങ്ങളിലൊക്കെ വന്ന വാർത്ത എന്താ? ഇതാ കരാർ മരവിപ്പിക്കുന്നു, കരാർ മരവിപ്പിക്കാൻ ഒടുവിൽ വഴങ്ങി CPM.
യഥാർത്ഥത്തിൽ ഈ കരാർ കാര്യങ്ങൾ വായിച്ചു നോക്കിയ ആളുകൾക്ക് മനസ്സിലാവും അങ്ങനെ മരവിപ്പിക്കാനോ സംസ്ഥാന സർക്കാരിന്റെ അതിൽ നിന്ന് പിന്മാറാനോ പറ്റില്ല. ഇത് ഉഡായിപ്പായിട്ടാണ് അല്ലെങ്കിൽ കള്ളമാണ് മാധ്യമങ്ങളിൽ കൊടുക്കുന്നത്. മാധ്യമങ്ങളിൽ പല മാധ്യമ പ്രവർത്തകർ ഉണ്ടല്ലോ, നമുക്ക് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അവർ അടിച്ചു കൊടുക്കുന്ന സാധനമാണ്. ജനങ്ങളെ വിഡ്ഢികളാക്കാൻ പെട്ടെന്ന് പറ്റും. കാര്യം വെച്ചാൽ കേന്ദ്രത്തിൽ ഞങ്ങൾ ഇതാ പിന്മാറ പറ്റില്ല. ഇത് CPIയുടെ ആവശ്യം എന്താ? ഞങ്ങൾക്ക് വില തന്നു, ഞങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രത്തിന് കത്തയച്ചിരിക്കുന്നു, ഞങ്ങൾ മാറ്റിവെക്കും, അവരുടെ പ്രശ്നം തീർന്നു. എന്നിട്ട് കേന്ദ്രം പറയാണ് മാറ്റിവെക്കുകയാണോ? പറ്റില്ല. അപ്പൊ ഇവരെന്താ ഇനി അടുത്തത് CPM എന്താ പറയാൻ പോകുന്നത്? CPM പറയാൻ പോകുന്ന കാര്യം ഇത് മാറ്റിവെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മാറ്റിവെക്കാൻ പറ്റില്ല എന്ന് കേന്ദ്രം അറിയിച്ചത് കൊണ്ട് കേന്ദ്രം അടിച്ചേൽപ്പിക്കുകയാണ്, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയാം. അല്ലെങ്കിൽ ഇതിനെതിരെ കൊണ്ട് കോടതിയിൽ പോകാൻ പറയാം. കോടതിയിൽ പോയാൽ കോടതി എന്താ പറയാ? നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിരുന്നോ എപ്പോഴാണെന്നല്ലേ കോടതി പറയുള്ളൂ. അല്ലാതെ കോടതിക്ക് ഇക്കാര്യത്തിൽ സംസ്ഥാനത്തിന്റെ കൂടെ നിൽക്കാനൊന്നും പറ്റില്ല. അത് മാത്രമല്ല, കേരളത്തിലെ CBSE സ്കൂളുകളിലും കേന്ദ്രീയ വിദ്യാലയങ്ങളിലും ഒക്കെ നടപ്പിലാക്കുന്ന എന്താ? PM ശ്രീ പദ്ധതിയാണ്. ഇതൊക്കെ ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് പല സ്ഥലങ്ങളിലും PM ശ്രീ പദ്ധതി ഉണ്ട്. അതിന്റെ നല്ലതോ മോശമോ എന്നുള്ള ചർച്ച നമുക്ക് അവിടെ മാറ്റി നിർത്താം. CPMന്റെ ഇരട്ടത്താപ്പ് നയത്തിന്റെ പുറത്ത് ഒരു ഭാഗത്ത് PM ശ്രീ നടപ്പിലാക്കണമെന്നുള്ള കൃത്യമായ പദ്ധതിയും പ്ലാനും എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ അത് പോയി ഒപ്പിട്ടത് എന്നൊക്കെ നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. രണ്ടാമത്തത് CPIയെ പോലുള്ള ഒരു സംഘടനയെ പറ്റിക്കാൻ വേണ്ടി, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി കുറെ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് ഞങ്ങൾ ഇത് മരവിപ്പിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് ഒരു കള്ളം പടച്ചുവിട്ട് താൽക്കാലികമായിട്ട് അതിനെ ഞങ്ങൾ വിജയിച്ചു. അവസാനം കുറെ ആളുകൾക്ക് ദയവായി പ്രതിപക്ഷ സംഘടനകൾ ഇതിൽ വീണു പോരുത്. അവരും പോസ്റ്റ് ഇടും, ഇതാ ഞങ്ങളുടെ സമരത്തിന്റെ ഭാഗമായിട്ട് ഇതാ പിണറായി പുറകോട്ട് പോയി. ഏറ്റവും വലിയ കുഴിയാണത്, വാരിക്കുഴി. അതിൽ വിശ്വസിച്ചു പോയാൽ തീർന്നു. മനസ്സിലായില്ലേ? ഞാൻ ഈ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്നത് പോലെ PM ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ പറ്റും അല്ലെങ്കിൽ നടപ്പിലാക്കാതിരിക്കാൻ കഴിയുമെന്ന് നിതിന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതോടുകൂടി അത് പദ്ധതി യാഥാർത്ഥ്യമായി കഴിഞ്ഞു. കേരളത്തിൽ ആ പദ്ധതി നടപ്പിലാക്കും. പിന്നെ ഇവരിപ്പോ പറയുന്നുണ്ട് ഏത് സിലബസ് പഠിപ്പിക്കണം ഞങ്ങൾ തീരുമാനിക്കും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാലം ഈ ഒപ്പിട്ടതിന് ശേഷം കേന്ദ്ര സർക്കാർ പറയുന്നത് പോലെ ഇവിടെ പഠിപ്പിക്കേണ്ടി വരും. അങ്ങനെയല്ല എന്റെ ശരി? തീർച്ചയായിട്ടും. അപ്പോ ഇവരിപ്പം ചെയ്യുന്നത് എന്നാൽ CPI ചില പ്രതിഷേധം ഉയർത്തി. CPIക്ക് കുറെ ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കുറച്ച് സീറ്റ് അധികം വാങ്ങുക. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPI ആണോ കേരള കോൺഗ്രസ് ആണോ രണ്ടാമത്തെ വലിയ കക്ഷി എന്നൊരു തർക്കം നിലനിൽക്കുന്നുണ്ട്. കേരള കോൺഗ്രസിന്റെ മനസ്സുകൊണ്ട് അംഗീകരിക്കുക ഇതുവരെ CPI തയ്യാറായിട്ടില്ല. ആ ഒരു വിഷയത്തിലും CPMനൊക്കെ മുൾമുനയിൽ നിർത്തുക. അല്ലാതെ CPIയുടെ നേതാക്കന്മാർക്ക് ഇക്കാര്യം അറിയില്ല, അവർക്ക് അറിയാൻ പാടില്ലായിട്ടല്ലോ. അവർക്ക് കൃത്യമായി അറിയാം തങ്ങൾക്ക് ഇപ്പൊ ഒപ്പിട്ട പദ്ധതിയിൽ നിന്ന് പുറകോട്ട് പോകാൻ സംസ്ഥാനത്തിന് കഴിയില്ല എന്ന് കൃത്യമായ ബോധ്യം വിനോയ് വിശ്വത്തിനും പ്രകാശ് ബാബു അടക്കമുള്ള നേതാക്കന്മാർക്കുണ്ട്. പക്ഷെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ഞങ്ങളും അത്ര മോശക്കാരല്ല, ഞങ്ങൾ പറഞ്ഞു CPM കേട്ടു, CPM അതിനേക്കാൾ ബുദ്ധിയാണ് ഇവിടെ കാണിച്ചത്. കാരണം CPMന് കാണിക്കുന്നത് CPIയുടെ ഞങ്ങളുടെ മുന്നണിയിൽ പ്രശ്നമില്ല, മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷി പറഞ്ഞാൽ ഞങ്ങൾ അത് അനുസരിക്കാൻ തയ്യാറാണ്, അല്ലെങ്കിൽ അത് ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് ജനങ്ങളെ ബോധിപ്പിച്ചു. ഇവർ കത്തയക്കും, പാർത്ഥം പറഞ്ഞതുപോലെ കത്ത് ഇവരൊക്കെ ഡൽഹിയിലേക്ക് അയക്കും, കേന്ദ്രത്തിൽ നിന്ന് ചുരുട്ടിക്കൂട്ടി വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇടും. അതിലപ്പുറം ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. കേരളത്തിലെ ജനങ്ങളെ വീണ്ടും കബളിപ്പിക്കാൻ, അല്ലെങ്കിൽ ഈ CPIയും CPMും തമ്മിലുള്ള ഒരു തർക്കം ഒന്ന് അവസാനിപ്പിച്ചു. CPIയും ജയിച്ചു, CPMും ജയിച്ചു. കാരണം CPMന്റെ പദ്ധതി നടപ്പിലാക്കുകയും ചെയ്യും, CPIക്ക് തങ്ങളുടെ പ്രതിഷേധത്തെ മുൻനിർത്തി കത്തയച്ചു എന്ന് പറയാൻ കഴിയും. അല്ലാതെ യാതൊന്നും ഇതിൽ നടക്കില്ല. എന്തായാലും മുന്നണിയിലെ ആരെയും മുഖവിലേക്കെടുക്കാതെ, മുന്നണിയിലെ അല്ല പാർട്ടിയിലെ ആരെയും മുഖവിലേക്കെടുക്കാതെ പിണറായി വിജയനും വി ശിവൻകുട്ടിയും ചില ഉദ്യോഗസ്ഥരും അറിഞ്ഞു കൊണ്ടാണ് ഈ പദ്ധതിയിൽ ഒപ്പുവെച്ചത്. എന്തായാലും എന്ത് കത്തയച്ചാലും ഈ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകും. ഈ പദ്ധതിയിൽ നിന്ന് ഇനി പിറകോട്ട് പോകാൻ കഴിയില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ CPIക്ക് ഇനി എന്താണ് പറയാനുള്ളത് എന്നത് മാത്രമാണ് കണ്ടറിയാനുള്ളത്. തീർച്ചയായിട്ടും.